നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വന്നു. ഏതായാലും പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു. CPM-ന് വൻ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അൻവർ 20,000-നടുത്ത് വോട്ട് പിടിച്ചു. അപ്പോൾ ആര്യൻ ഷൗക്കത്ത് തോക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആര്യൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം 11,000 കടന്നു. BJPക്ക് വോട്ട് കുറഞ്ഞതുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. ഒപ്പം UDF സംവിധാനങ്ങളെല്ലാം ഒന്ന് ഉണർന്നിട്ടുണ്ട്. ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അപ്പോൾ ഇനി ഇതൊരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം എന്നുള്ള മോഹത്തിനൊരു തിരിച്ചടിയല്ലേ? പൊതുവേ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് LDF-ന് തുടർഭരണമില്ല എന്നുള്ളതാണ്. തുടരും എന്നത് വെട്ടു എന്നതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മറ്റ് കഴിഞ്ഞുപോയ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമുണ്ട് എന്നാണ്. ആദ്യത്തെ 2 ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയും പുതുപ്പള്ളിയും നോക്കിക്കഴിഞ്ഞാൽ UDF-ൻ്റെ അസാധാരണമായിട്ടുള്ള ഭൂരിപക്ഷം നമുക്ക് അവിടെ കാണാം. ഭൂരിപക്ഷം മാത്രമല്ല, വളരെയധികം വോട്ടുകൾ, വളരെയധികം എന്ന് വെച്ചാൽ 10,000-കണക്കിന് വോട്ടാണ് UDF-ന് അവിടെ കൂടുതൽ നേടാൻ കഴിഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു വലിയ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ സൃഷ്ടിച്ചിരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ അതൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തി. UDF-ൻ്റെ സീറ്റ് UDF നിലനിർത്തി, LDF-ൻ്റെ സീറ്റ് LDF നിലനിർത്തി. ഈ നിലമ്പൂരിൽ എത്തുന്ന സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ UDF LDF-ൻ്റെ കയ്യിലിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ചു. അതാണ് ഇതിൻ്റെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 ശരിയായി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴെല്ലാം അവരവരുടെ സീറ്റ് ഇപ്പോൾ ചേലക്കര നോക്കി കഴിഞ്ഞാൽ സീറ്റ് നിലനിർത്തി. പക്ഷേ ഇത് തിരിച്ചു പിടിച്ചു. അതുകൊണ്ടാണ് ഒരു സമുജ്വലമായ വിജയം എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് അവസരമുള്ളത്. പക്ഷേ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ രസകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ 2021 UDF-ന് നേടിയ വോട്ട് ഈ 2025 നേടാൻ കഴിഞ്ഞില്ല. വോട്ട് കുറഞ്ഞു. 790 വോട്ട് അവർക്ക് കുറയാണ്. എന്നുവെച്ചാൽ പ്രകാശിൻ്റെ അത്ര പ്രകാശം പരത്താനായിട്ട് ഷൗക്കത്തിന് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പ്രാസഭംഗിയിൽ നമുക്ക് പറയാം. പക്ഷെ അത് ഒരു വലിയ രാഷ്ട്രീയ ചോദ്യമാണ് ശരിക്കും പറഞ്ഞത്. അതായത് ഇത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും വോട്ടർമാരുടെ എണ്ണവും കൂടിയിട്ടുണ്ടാവും. വോട്ടർമാരുടെ എണ്ണം കൂടി അവർക്ക് ഏതാണ്ട് 2% വോട്ട് കുറഞ്ഞു UDF-ന്. അത് ഈ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചതിന് വിരുദ്ധമാണ്. അവിടെ UDF-ന് വോട്ട് കൂടുകയായിരുന്നു, നന്നായിട്ട്. പക്ഷേ ഇതിലൊരു ഫാക്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൻവർ ഒരു 20,000 വോട്ട് പിടിച്ചു. അപ്പോൾ അതല്ലേ ആ കുറവിൻ്റെ കാരണം? അതെ, അൻവർ വോട്ട് പിടിച്ചു. അൻവർ വോട്ട് പിടിച്ചപ്പോൾ അൻവർ LDF-ൻ്റെ വോട്ട് പിടിച്ചു, UDF-ൻ്റെ വോട്ട് പിടിച്ചു. രണ്ടും പിടിച്ചു. ആ രണ്ടും പിടിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. അതൊരു മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം കൂടി അതിനകത്തുണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചെങ്കിലും മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ചില നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നു, ഇല്ലേ? ചില ആളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും മുസ്ലിം ലീഗിൽ നിന്ന് കുറച്ച് വോട്ടെങ്കിലും അൻവർ പിടിച്ചിട്ടുമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ LDF-നെ നോക്കുന്ന സമയത്ത് LDF-ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ട് നേടിയെടുക്കാൻ കഴിയും. അതേ അവർക്ക് കഴിയുമല്ലോ. അവർക്ക് എവിടെ നിന്നാണ് വോട്ട് കുഴിച്ചെടുക്കാൻ പറ്റുന്നത്? അവർക്കുള്ള വോട്ടല്ലേ. നിലമ്പൂർ ഇതിൽ കൂടുതൽ വോട്ട് അവർക്ക് കിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച സമയത്ത് 69,000 വോട്ടുണ്ടായി. അപ്പോൾ ഏതാണ്ട് ഒരു 3,500 വോട്ടോളം, അല്ലെങ്കിൽ കൂടിയെന്ന് നമ്മൾ 4,000 എന്ന് കൂട്ടുക, അത്ര വോട്ട് LDF-ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ നഷ്ടം എന്ന് പറയുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു 3ാം പിണറായി സർക്കാർ വരുന്നതിനെതിരെ നിൽക്കുന്ന ഒരു ട്രെൻഡാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ആയിരുന്നില്ല. ഭീമമായിട്ടുള്ള വോട്ട് ലോസ് LDF-ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതില്ല ഇവിടെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഇത് വൻപിച്ച UDF വിജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കാര്യം അത് വൻപിച്ചതല്ല എന്ന് ഞാൻ പറയുന്നില്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മറ്റവിടത്തൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയപ്പോൾ ഇവിടെ LDF-ൻ്റെ സീറ്റ് അവർ പിടിച്ചെടുത്തു. പക്ഷേ LDF ഇപ്പോഴല്ല തോറ്റത്. LDF തോറ്റത് അൻവർ രാജിവെച്ചപ്പോൾ തോറ്റതാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമാണ് LDF-ൻ്റെ കൂടെ നിന്ന് വിജയിച്ച ഒരാൾ LDF-ന് രാജിവെക്കുന്നത്. പൂർത്തിയാവുന്നതിന് മുമ്പ് രാജിവെക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അത് ആണ്
എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്. അതെ. രണ്ട്, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുന്നതാണ് സി പി എമ്മിൻ്റെ പരാജയം എന്ന് പറയുന്നു. സി പി എമ്മിൻ്റെ ക്യാൻസറായിട്ടാണ് അദ്ദേഹം പിണറായി സത്യ വ്യാഖ്യാനിച്ചത്. മാത്രമല്ല ഇയാളൊരു മാഫിയ തലവനാണ് എന്നുവരെ പറഞ്ഞ് അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങളാണ് അയാൾ ഉന്നയിച്ചത്. പക്ഷെ അതൊന്നും തെളിയിക്കാനും പറ്റിയില്ല. അത് തെളിയിക്കാൻ പറ്റുന്നതല്ല, വെറുതെ. പക്ഷേ ഇതൊക്കെ പറയാനുള്ള ധൈര്യം അയാൾ കാണിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് പണമുണ്ട്, അതേപോലെ തന്നെ ഇഷ്ടംപോലെ സിൽബന്ധികളുണ്ട്. ഇയാളെ മത്സരിപ്പിക്കുമ്പോൾ അക്കാലത്ത് എൽ ഡി എഫ് അത് യഥാർത്ഥത്തിൽ എതിർത്തിരുന്നതാണ് എൽ ഡി എഫിലെ സാധാരണ പ്രവർത്തനം. കാരണം ഇയാൾ എൽ ഡി എഫിന് പറ്റിയ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. വളരെ കൃത്യമായിട്ട് എൽ ഡി എഫ് തിരിച്ചറിഞ്ഞിരുന്നത്. പക്ഷേ ഈ സി പി എമ്മിൻ്റെ ഒരു കുതന്ത്രം, അതായത് ഈ സീറ്റ് എങ്ങനെ നേടാം, ഏത് ചെകുത്താനെ പിടിച്ചാലും നിലമ്പൂർ സീറ്റ് പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് സി പി എം നടപ്പാക്കിയത്. അതിലവർ വിജയിച്ചു. പക്ഷേ ആ വിജയം ആത്യന്തികമായ വിജയമല്ല. അതാണ് ഇയാൾ അവർക്കെതിരെ തിരിഞ്ഞതും ഈ പരാജയത്തിലേക്ക് അത് എത്തുകയൊക്കെ ചെയ്തിരിക്കും. ഇത് അതുകൊണ്ട് തന്നെ 2026 ഒരു ചൂണ്ടുപലകയായിട്ട് എടുക്കുകയാണെങ്കിൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാവുന്ന പരാജയമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലായി. വേരോട് പിഴുത് പോയില്ല, പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയും വോട്ട് സ്വരാജ് മത്സരിച്ചതിൻ്റെ പേര്. അല്ലെങ്കിൽ വേറെ ഒരു ചരിത്രം ഉണ്ടാവുമായിരുന്നു. കാരണം അൻവർ രാജിവെച്ച് പുറത്തു വന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ടുള്ള ചില ധാരണയുടെ പുറത്ത് യു ഡി എഫ് ഒപ്പം കൂട്ടിയിരുന്നെങ്കിൽ ഈ സ്വരാജ് മത്സരിക്കാൻ വരില്ലായിരുന്നു. ഭൂരിപക്ഷം ഒരു 40,000 കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഈ ആ ട്രെൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള അതിഭീമമായിട്ടുള്ള ട്രെൻഡായിട്ട് മാറിയാനെ. അതൊരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ. അതവർക്ക് വന്നിരിക്കുന്ന സ്ട്രാറ്റജിക് ഫോൾട്ടാണ്. പക്ഷേ എങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോൾ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്ന? വി ഡി സതീശൻ 150 കോടി രൂപ മീൻ വണ്ടി കൊണ്ടെന്ന് പറഞ്ഞ ഒരാളാണ് ഈ അൻവർ. അവനെ എങ്ങനെ ഈ യു ഡി എഫിനൊപ്പം നിർത്തും? അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് അൻവറിനെ നമുക്ക് വേണ്ട. സതീശൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സതീശൻ്റെ ആ നിലപാടിന് സ്വീകാര്യത കിട്ടുകയും ചെയ്തു. കാരണം വെച്ചാൽ എന്തെങ്കിലും ഐഡൻറ്റിറ്റി സതീശനുണ്ടെങ്കിൽ സതീശൻ ഒരിക്കലും ഇയാളെ നിർത്താൻ പാടില്ല. അത് അദ്ദേഹം ചെയ്തു. അതുകൊണ്ടാണ് സതീശൻ്റെ നിലപാട് വിജയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇങ്ങനെ എല്ലാ രീതിയിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പൊതുവേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന വോട്ടുകളൊക്കെ അവർക്ക് നേടാൻ കഴിഞ്ഞു. അവർക്ക് ഇതിൽ കൂടുതൽ വോട്ട് മാക്സിമം വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഈ 66,000 70,000 വോട്ട് കിട്ടാം. അതിൽ കൂടുതൽ ഒരു കാലത്തും നിലമ്പൂർ നിയമമണ്ഡലത്തിൽ നിന്ന് ഒരു വോട്ട് നേടാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു പരാജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതോടൊപ്പമാണ് യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിയാതെ പോയതും ഒരു പ്രശ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് എൽ ഡി എഫ് നേടുമ്പോൾ എൽ ഡി എഫിന് 16 നിയമമണ്ഡലങ്ങൾ 5,000 വോട്ടിനേക്കാൾ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളെയാണ് എളുപ്പത്തിൽ മറിക്കാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ 16 ഇടത്തും എൽ ഡി എഫ് തോൽക്കും എന്ന സൂചന എന്തിലുണ്ട്? നിലമ്പൂരിലുണ്ട്. 16 സ്ഥലത്ത് എൽ ഡി എഫ് തോക്കും. പക്ഷേ 16 സ്ഥലത്ത് തോറ്റാലും ബാക്കി പിന്നെ 83 സീറ്റുകളുണ്ട്. ആ 83 സീറ്റുകൾ 5,000-ലധികം ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്ന സീറ്റുകൾ. അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എൽ ഡി എഫിനെ ഇനിയുള്ള സമയം കാര്യക്ഷമമായി പണിയെടുക്കുകയും അതേപോലെ തന്നെ ഇപ്പം നിലനിൽക്കുന്നവർക്ക് ഉള്ള മാത്രമല്ല ഈ കുറഞ്ഞ സ്ഥലത്ത് ഭൂരിപക്ഷം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പണിയെടുക്കുകയും മറ്റു സ്ഥലങ്ങളിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറയണത് ഇവിടെ എന്തായാലും ഈ പറയുന്ന ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ തോറ്റുപോയേക്കാം. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രെൻഡ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷന് വന്നതുപോലെ ഒരു ട്രെൻഡ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു മറ്റായിരുന്നെങ്കിൽ 40,000 വോട്ടിനൊക്കെ തോൽപ്പിച്ചാൽ ട്രെൻഡാണത്. ഇതങ്ങനെ ഒരു ട്രെൻഡായിട്ട് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രെൻഡ് ആവില്ല ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന 16 സീറ്റ് ഉറപ്പായിട്ടും തോക്കും എന്ന് ഇതിൻ്റെ സൂചന വരുന്നുണ്ട്. പക്ഷേ ബാക്കി 83 സീറ്റുണ്ട്. ആ 83 സീറ്റിൽ അവർക്ക് മത്സരക്ഷമതയുണ്ട് എന്നുള്ളതാണ്. വേണമെങ്കിൽ മത്സരിച്ച് ജയിക്കാം. നമുക്കറിയാമല്ലോ ഇതിക്ക് മുമ്പ് ഉമ്മൻചാണ്ടി അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭരണത്തിന് ശേഷം ഈ യു ഡി എഫ് അധികാരത്തിലേക്ക് അറിയാലോ 72 സീറ്റ് അവർക്ക് കിട്ടും. 68 സീറ്റ് എൽ ഡി എഫിൽ നിന്ന് ലഭിച്ചാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അന്നും എൽ ഡി എഫ് എന്ത് ചെയ്യായിരുന്നു? അധികാരത്തിൽ വരുവായിരുന്നു. വി എസ് വരണ്ട എന്ന്
ഉള്ള വിഭാഗീയത അതിനകത്തുണ്ടായിരുന്നു. VS ഉയർത്തി കാട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തുടർഭരണം അന്ന് കിട്ടിയാണ്. അപ്പോൾ അന്ന് മനഃപൂർവ്വം തന്നെ അവർ, അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാധ്യതയുണ്ട് കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനകത്ത്. ഇവർക്കിപ്പോഴും എന്ത് ചെയ്യാം, വേണമെങ്കിൽ ജയിച്ച് കയറാം. വൻഭൂരിപക്ഷമല്ല, 72-71 വേണമെങ്കിൽ എത്തിയായി. അത് കാണാതെ ഒരിക്കലും ഈ ഒരു നിലമ്പൂർ വിജയത്തിൻ്റെ പേരിൽ ഇവർ അഹങ്കരിച്ചാൽ, അതായത് AK ആൻ്റണി കൃത്യമായിട്ട് പറഞ്ഞു, ആഹ്ലാദിക്കാം, അഹങ്കരിക്കാം. അപ്പോൾ അത് AK ആൻ്റണി തന്നെ പറഞ്ഞ പാഠമാണ്. അത് കൊണ്ട് വളരെ ഗൗരവത്തിൽ വരാൻ പോകുന്ന കാലത്ത് കാഴ്ചകളെ രാഷ്ട്രീയമായിട്ട് നേരിടാനായിട്ട് പരിശ്രമം ഉണ്ടായാൽ നല്ല മത്സരമുള്ള ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് 2026 കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.